ഹലോ. ഇന്നത്തെ നമ്മുടെ സ്റ്റോറി റിവ്യൂവിലെ സ്റ്റോറിയുടെ പേരാണ് യാദവ് ആൻഡ് ദ ട്രീ പ്ലേസ്. ഈ യാദവ് ആൻഡ് ദ ട്രീ പ്ലേസ് എന്ന് പറയുന്നത് പ്രഥം ബുക്സിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സിലുള്ളൊരു ബുക്കാണ്. പ്രഥം ബുക്സിനെ കുറിച്ചിട്ടും ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. പ്രഥം ബുക്സിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് ഓൺലൈനായിട്ടൊക്കെ ഒത്തിരി പുസ്തകങ്ങളുള്ളൊരു പ്ലാറ്റ്ഫോമാണ് പ്രഥം ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയാത്തവർക്ക് അതിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ നല്ലതായിരിക്കും. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം ഈ വീഡിയോൻ്റെ അവസാനം നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ പ്രഥം ബുക്സിൻ്റെ ഒരു പബ്ലിക്കേഷനിലുള്ള ഒരു പുസ്തകമാണ് യാദവ് ആൻഡ് ദ ട്രീ പ്ലേസ്. ഇതിൻ്റെ ഓഥർ വിനായക് വർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. യാദവ് പയേങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥയാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഇതിനെക്കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ കൂടിയാണിത് കേട്ടോ. ഇത് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊന്നും കുറേ കാലം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇത് അറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നൊരു കഥയാണ് കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് യാദവ് ബ്രഹ്മപുത്ര നദിയുടെ കരയിൽ കൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ബ്രഹ്മപുത്ര എവിടെയാണെന്നൊക്കെ ഉള്ളത് ബ്രഹ്മപുത്ര ആസാമിലാണുള്ളത്. അപ്പോൾ ആസാമിലുള്ളൊരു നദിയാണ്. അപ്പോൾ ബ്രഹ്മപുത്രയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ കഥകൾ വായിച്ചു കൊടുക്കണം അച്ഛനും അമ്മയും. ബ്രഹ്മപുത്രയുടെ ശരിക്കുള്ള പടങ്ങൾ കാണിച്ചു കൊടുക്കുക, ബ്രഹ്മപുത്രേനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ആസാമിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരു ബുക്ക് റിവ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അത്രയ്ക്ക് അതിലേക്ക് പോകുന്നില്ല. ഇപ്പം വേറൊരു വീഡിയോ ഒക്കെ ഇപ്പോൾ നമ്മൾ കഥേനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ബ്രഹ്മപുത്രേനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പം അതിൻ്റെ ഒരു പ്രിമൈസസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ യാദവ് എന്ന് പറഞ്ഞ ഈ ആൾ ഒരു ബ്രഹ്മപുത്ര നദിയുടെ കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് മണ്ണിലൊക്കെ എന്തോ വരകൾ പോലെ. അപ്പോൾ എന്താണ് ഈ വരകളെന്നറിയാൻ വേണ്ടിയിട്ട് യാദവ് അടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് വരകളല്ല, അത് കുറേ പാമ്പുകളാണെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത് പോയി നോക്കുമ്പോൾ പാമ്പ് സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ് നമ്മുടെ കാലിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ പാമ്പ് ശരിക്കും പെട്ടെന്ന് അങ്ങ് അഴിഞ്ഞു പോവും. അപ്പോൾ യാദവ് അടുത്ത് പോയി നോക്കിയിട്ടും പാമ്പ് ഇത് അഴിഞ്ഞൊന്നും പോകുന്നില്ല. പാമ്പ് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ പാമ്പ് അവിടെ തന്നെ എന്താ കിടക്കാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ നോക്കുമ്പോഴാണ് മനസ്സിലാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾ അവിടെ കിടക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾ ആകെ മരിക്കാറായിട്ട് കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ പാമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴേക്കും ഓടി പോകണൊരു പെട്ടെന്ന് അഴിഞ്ഞങ്ങ് പോവും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ എൻ്റെ വീടിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മൂർഖൻ പാമ്പ് വെയിലൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെൻ്റെ ഈ പുതിന ചെടിയുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, വലിയ കൂസിയായിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പട്ടിക്കുട്ടി കുറച്ചപ്പോൾ ആൾ വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി, നിങ്ങളുടെ പറമ്പിൽ കിടന്നതിനല്ലേ കുറയ്ക്കുന്നത്, ഞാൻ അവിടെ എൻ്റെ വേലിയിൽ പോയിട്ട് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് മാറിപ്പോയി കിടന്നു. അപ്പം അങ്ങനെയാണ് പൊതുവേ പാമ്പുകളൊക്കെ ഒരു ഒച്ച കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ഓടി അങ്ങ് കഴിഞ്ഞ് പോവും. ഒരുവിധം പാമ്പൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് അൺലെസ് ഒരു ഒരു ത്രെറ്റായിട്ട് തോന്നിയില്ലെന്നുണ്ടെങ്കിൽ പാമ്പുകൾ പൊതുവെ അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ യാദവ് നോക്കുമ്പോൾ പാമ്പ് അഴിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് പാമ്പ് മരിക്കാറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും അഴിഞ്ഞു പോവാത്തത്. അപ്പോൾ പെട്ടെന്ന് യാദവിന് ഭയങ്കര വിഷമമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മരം പോലും ഇല്ല, അതിന് തണലില്ല, മരമില്ല, അതിൻ്റെ കരയിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇങ്ങനൊരു വരൾച്ചയിലാണ് ഈ വരൾച്ചയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒട്ടും ഒരു ഷെയ്ഡൊന്നും ഇല്ലാത്ത, തണലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പാമ്പുകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് മനസ്സിലായപ്പോൾ യാദവിന് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ വന്നു. പക്ഷേ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന്, അതാണ് അതിലെ വ്യത്യാസം. അപ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നിയത്, നമുക്കൊക്കെ കരച്ചിൽ വരും, പല കാര്യങ്ങളും കാണുമ്പോൾ കരച്ചിൽ വരും. ചിലപ്പോൾ നമ്മൾ കരഞ്ഞങ്ങ് തീർക്കും. പക്ഷെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് യാദവിന് തോന്നി. അതിലാണ് അതിൻ്റെ വ്യത്യാസം.
ഇപ്പം നമ്മൾ ആസാം വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ വഴിയിലൊക്കെ നിറയെ ബാംബു കാണും, മുളകൾ കാണും. ബാംബൂൻ്റെ ഇങ്ങനെ ഒരു കാട് പോലെ നിൽക്കണ കാണാം. അതിപ്പോൾ അവരുടെ വേലികളാണെന്നുണ്ടെങ്കിലൊക്കെ ബാംബൂൻ്റെ കൂട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് വേലികൾ തെങ്ങിൻ്റെ ഓല മടഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഇവരുടെ അവിടെ വേലിയാണെന്നുണ്ടെങ്കിലും വീടിൻ്റെ വാൾസ് ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഇല്ലേ, ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഒരുവിധം ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ബാംബു ഭയങ്കര പ്രിഡോമിനൻ്റ്ലി അവർ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ മുഴുവൻ ബാംബു ഉണ്ട്. അപ്പോൾ ഇത് കുറേ കൂടെ കാലം മുന്നേ ആയിരുന്നുള്ളപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ആ വഴിയൊക്കെ വരുമ്പോൾ നിറച്ചും ബാംബു നമ്മൾ കാണാറുണ്ട്. ഇപ്പം ബാംബു ഫേർണിച്ചറെല്ലാം ഇവിടെ ഭയങ്കര ആൾക്കാർ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ബാംബു എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാംബു ഭയങ്കര സ്റ്റേഡിയാണ്, ഭയങ്കര ബലമുള്ളതാണ്. അതിനധികം ഈ പറഞ്ഞ പോലെ തന്നെ അത് പുല്ലാണ്. ബാംബൂസ് ബേസിക്കലി ഒരു പുല്ലായതുകൊണ്ട് തന്നെ അതിനധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ട. അപ്പോൾ അത് യാദവിനൊരു കാര്യം തോന്നി, സാധാരണ മരം ഈ നദിയുടെ തീരത്ത് നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടുള്ള മണ്ണിൽ അത് വളരില്ല. പക്ഷെ ബാംബു അങ്ങനെയല്ല, ബാംബു വളരാനായിട്ട് സാധ്യതയുണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ കുറേ ബാംബു കൊണ്ടുവന്നിട്ട് മണ്ണിൽ നട്ടു തുടങ്ങി. ബാംബുവിൻ്റെ കുറേ ചെടികൾ കൊണ്ടുവന്നിട്ട് നട്ടു തുടങ്ങി. അപ്പോൾ നദിയുടെ കരയിലാണ്. നദിയുടെ കരയിൽ പല കാര്യങ്ങളും വളരെ അൺപ്രഡിക്റ്റബിളാണ്. ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും, ചിലപ്പോൾ ഫ്ലഡായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ കര ഒഴിഞ്ഞൊഴുകും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നട്ട ബാംബു ഒക്കെ നശിഞ്ഞും പോയിട്ടുണ്ട്. പക്ഷേ യാദവ് അതുകൊണ്ട് ഒന്നും നിർത്തിയില്ല. അപ്പോൾ അതും എഗെയിൻ ദർസ് ലേണിങ് അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒന്നോ രണ്ടോ റിജക്ഷനോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം നിർത്തും, അത് ചെയ്തു തരുന്ന കാര്യങ്ങൾ നിർത്തും, ഇനി നടക്കില്ല എന്നുള്ളതിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം വീണ്ടും 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 നട്ടു. അങ്ങനെ നട്ട് പതുക്കെ നട്ടതിൽ ചിലതൊക്കെ പിടിച്ചു, അത് വീണ്ടും പിടിച്ചു, വീണ്ടും പിടിച്ചു. അങ്ങനെ അവിടെ നിറയെ ബാംബൂൻ്റെ കാടായി. അങ്ങനെ ബാംബു വളർന്ന് കാടായപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി മണ്ണിന് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ. തണൽ വന്നു, മണ്ണിന് മാറ്റങ്ങൾ വന്നപ്പോൾ ഇൻസെക്ട്സ് വന്നു തുടങ്ങി. ഇൻസെക്ട്സ് നമ്മളുടെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സിനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഡീമനൈസ് ചെയ്ത് ഭയങ്കര പേടിപ്പിക്കുന്നൊരു സംഭവം പോലെയാണ് കുട്ടികൾക്കൊക്കെ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. വലിയ ആൾക്കാർക്കും, ഞാൻ എത്രയോ ആൾക്കാർ ഇൻസെക്ട്സിനെയൊക്കെ ഭയങ്കര പേടിയായിട്ടൊക്കെ പറയണത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻസെക്ട്സൊക്കെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ്, ചിലപ്പോൾ അറിയാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ആ ഒരു പേടിയൊക്കെ കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അറിയില്ല. അപ്പോൾ ഈ ബാംബു ഒക്കെ നട്ട് അവിടെ തണലൊക്കെ വന്നതോടുകൂടി അവിടെ ജീവികൾ വന്നു, ഇൻസെക്ട്സ് വന്നു. അവർ ഇപ്പം മണ്ണിരേനെയൊക്കെ പണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പണ്ടത്തെ വീട്ടിൽ ഇപ്പം അച്ഛനമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും പണ്ട് മണ്ണിരയൊക്കെ മണ്ണിലുണ്ടായിരുന്നപ്പോഴുള്ള ഗുണങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ മണ്ണിൻ്റെ തന്നെ നേച്ചർ മാറി. അതോടുകൂടി അപ്പോൾ യാദവിന് തോന്നി ഇനി നമുക്ക് ബാംബു അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രീസൊക്കെ നടാമെന്ന്. അങ്ങനെ യാദവ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ നേറ്റീവ് പ്ലാന്റ്സ് ആയിട്ടുള്ള ഗുൽമോഹർ, ഹിമോലു അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കൊണ്ടുവന്ന് നട്ട് അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി വലിയ ബാംബു മാത്രമല്ല പല മരങ്ങളുള്ള കാടായിട്ട് മാറി. അപ്പോൾ നമുക്ക് അതോടുകൂടി കാട് വന്നു കഴിയുമ്പോൾ, ഒരു സ്ഥലത്ത് കാട് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൽ ആദ്യം തന്നെ കുറേ ഇൻസെക്ട്സ് വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷികൾ വരും അല്ലേ. പക്ഷികളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ വൾച്ചേഴ്സ് വന്നു തുടങ്ങി, പെലിക്കൻസ്, പിന്നെ എന്താ പറയുക സ്റ്റോക്സ്, ഡക്സ്, വോബ്ലേഴ്സ്, ത്രഷസ് എല്ലാവരും എത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മൃഗങ്ങൾ വന്നു തുടങ്ങി. ബഫല്ലോ വന്നു തുടങ്ങി, മാൻ വന്നു തുടങ്ങി, മുയൽ വന്നു തുടങ്ങി, കുരങ്ങന്മാർ വന്നു തുടങ്ങി, എല്ലാവരും വന്നു തുടങ്ങി. അവസാനം ആര് വന്നു? നമ്മളുടെ സ്നേക്സും വന്നു. അപ്പോൾ സ്നേക്സിനെ കണ്ടോടെ യാദവിന് ഭയങ്കര വിഷമമായി. ഒരു സന്തോഷം കൊണ്ടുള്ള യാദവ് കരഞ്ഞുപോയി അല്ലേ. എല്ലാം തുടങ്ങിയത് തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? പാമ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ കാട്ടിൽ തിരിച്ച് വന്നതോടുകൂടി അങ്ങേർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അതാണ് യാദവ് ആൻഡ് ദ ട്രീ പ്ലേസ് എന്ന് പറഞ്ഞ കഥ. ഈ കഥ എന്ന് പറയുന്നത് ശരിക്കുള്ള നടന്ന കഥയാണ്. ഈ കഥേനെ കുറിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇതിൽ കൂടുതൽ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത കഥയിൽ ഈ വ്യക്തിയെക്കുറിച്ചിട്ടും എനിക്ക് അത്യാവശ്യം നല്ലപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ് അല്ലേ. ഇങ്ങനെ ഇത്രയും എന്താ പറയുക, ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്.
ഒന്ന് ആ സഹജീവികളോടും നമുക്ക് തോന്നേണ്ട എമ്പതി. അതിപ്പോൾ സ്നേക്സ് എന്നൊക്കെ പറഞ്ഞാൽ വല്ല പാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നികൃഷ്ട ജീവികളെ പോലെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഓരോ ജീവികൾക്കും ഈ ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കഥയാണിത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനോടുള്ളൊരു ഒരു സഹജീവിനോടുള്ളൊരു എമ്പതി, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ റെസിലിയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മൾ പല മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കാം, പല കഥകളിൽ കൂടെ ആയിരിക്കാം, നമ്മൾ കണ്ടിട്ടായിരിക്കാം ഒക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ ചിലപ്പോൾ നമുക്ക് റെസിലിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കും, അല്ലേ? വീണ്ടും വീണ്ടും എത്രയോ തവണ ട്രൈ ചെയ്തിട്ട് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് യാദവ് ചെയ്യുന്നത്. ഇപ്പം ഞാനും ഇപ്പോൾ ചിലപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും, പല കാര്യങ്ങളും കാണുമ്പോൾ കരച്ചിൽ, പക്ഷേ ചിലപ്പോൾ ആ കരച്ചിലോടുകൂടി അത് നിൽക്കും, അല്ലാതെ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സാധാരണ വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ക്യാപിറ്റലോ ഒന്നുമില്ലാത്തൊരു വ്യക്തി ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രോബബ്ലി അവർക്കതൊരു ഇൻസ്പിറേഷനായിരിക്കും. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ കേട്ട് വളർന്ന പല കാര്യങ്ങളും നമ്മളുടെ ഓരോ തോട്ട്സും ഷേപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥേനെ കുറിച്ചിട്ട് അത്രയും ഈക്വലി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് യാദവ് എന്നുള്ള വ്യക്തിയുടെ ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം, കേട്ടോ. പിന്നെ ഈ പ്രഥം ബുക്സിൻ്റെയാണ്, ഇത് ഈസിലി ഓൺലൈൻ അവൈലബിൾ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം, അത് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. എനിവേ അത് ഓൺലൈൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻറ്റയർ സ്റ്റോറിയുടെ വീഡിയോസ് നമ്മളിൽ കാണിച്ചിട്ടുണ്ട്, കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ യാദവ് എന്നുള്ള വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, താങ്ക് യു.